ഞാനൊരാശയവും നിങ്ങളൊരാശയവും കയറുന്നുണ്ട് എന്ന കാരണം കൊണ്ട് നമ്മൾ തമ്മിൽ ശത്രുക്കളാവേണ്ട ആവശ്യമില്ല. അത് മനുഷ്യന്റെ ജനറ്റിക്കലി അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പം വിചാരം എന്ന് പറയുന്നതിനകത്ത് വിചാരം കയറി തന്നെ നിൽക്കണം. അല്ലാതെ ഈ വികാരങ്ങൾ കൊണ്ട് നമ്മൾ തീരുമാനം എടുക്കുന്നതുകൊണ്ടാണ്. ഇയാളുടെ അടയാളം പണ്ട് പറയുകയാണെങ്കിൽ ഇയാളുടെ തൊലിയുടെ നിറം പറയണം, ഇയാളുടെ വണ്ണത്തെക്കുറിച്ച് പറയണം, ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പറയണം. നമ്മൾ കറുത്ത നിറത്തെ നമ്മൾ കളിയാക്കരുതെന്ന് പറഞ്ഞാലും എന്തുകൊണ്ടാണ് ഒരു നേതാവുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് കരിയോയിൽ നമ്മൾ ഒഴിക്കുന്നത്? ഒരു പാർട്ടിയുടെ കൊടി ഞാൻ വലിച്ചു കയറി എന്നെ എല്ലാവരും കൂടി ഇടിക്കും. എൻ്റെ പേര് പ്രീത. അപ്പോൾ എന്നെ പോലെ ഈ ഹാളിലിരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഒരുപക്ഷെ രമേഷ് പിഷാരടി എന്ന് പറഞ്ഞാൽ ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൗണ്ടർ കിങ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഇന്ന് ശരിക്കും ഇങ്ങനെ ഒരു സെഷനിൽ പങ്കെടുത്തതോടുകൂടി അങ്ങനെ അല്ലാത്ത ഒരു യഥാർത്ഥത്തിലുള്ള രമേഷ് പിഷാരടി എന്താണ് എന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ സാർ നേരത്തെ പറഞ്ഞു, ഇപ്പം നമ്മൾ ഇമേജിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ സാർ പറഞ്ഞത് വ്യക്തികളും ആശയങ്ങളും രണ്ടാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതെങ്ങനെയാണ് സാർ? വ്യക്തി എന്ന് പറയുന്നത് ആശയങ്ങളിൽ നിന്നല്ലേ ഒരു വ്യക്തി ഉണ്ടാകുന്നത്. അപ്പോൾ വ്യക്തി പ്രത്യേകം ആശയം പ്രത്യേകം എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? അതുപോലെ ഇപ്പോൾ സാർ ഒരുപാട് വർഷമായിട്ട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ഒരു 10-20 വർഷത്തിന് മുൻപ് പറഞ്ഞ പല കോമഡികളും ഇന്ന് പറയുമ്പോൾ അത് ബോഡി ഷേമിങ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി നമ്മൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആശയാവിഷ്കാരങ്ങളെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്ന് സാറിന് തോന്നിയിട്ടുണ്ട്? ഇതിൽ ആദ്യത്തെ ചോദ്യം, വ്യക്തിയും ആശയവും രണ്ടല്ലാതെ എങ്ങനെയാകും എന്ന് ചോദിക്കുന്നത്, വ്യക്തികളിലെ ഈ ആശയങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ജീവികളിലോ കല്ലിലോ കട്ടയിലോ ഒന്നും ആശയങ്ങൾ നിൽക്കില്ല. നമ്മൾ ആശയങ്ങൾ പറയുന്നു. പക്ഷേ ഞാനൊരാശയവും നിങ്ങളൊരാശയവും കയറുന്നുണ്ട് എന്ന കാരണം കൊണ്ട് നമ്മൾ തമ്മിൽ ശത്രുക്കളാവേണ്ട ആവശ്യമില്ല. അത് മനുഷ്യന്റെ ജനറ്റിക്കലി അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പം ഐഫോൺ ഉപയോഗിക്കുന്ന ഒരാളും സാംസങ് ഫോൺ ഉപയോഗിക്കുന്ന ഒരാളും എന്നോട് ഞാൻ സാംസങ് ഉപയോഗിക്കുന്നുണ്ട്, പറയുന്നത് ഏതാ ഉപയോഗിക്കുന്ന? സാംസങ്. ഞാൻ ഐഫോണാണ്. നീ എന്താ ഐഫോൺ ഉപയോഗിക്കാത്തത്? എനിക്കെന്തോ ഐഫോൺ പറ്റുന്നില്ല. ഞാൻ പറയും, അത് നീ ഒരു 2 ദിവസം ഉപയോഗിച്ച് നോക്കാത്തതുകൊണ്ടാണ്. ഉപയോഗിച്ച് നോക്കിയാൽ പറ്റും. അപ്പോൾ പോസ്റ്റ് പർച്ചേസ് റാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്താണോ അതിനുവേണ്ടി നമ്മൾ വാദിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെ വാദിക്കാതിരുന്നാൽ അവൻ അവൻ്റെ ആശയത്തിൽ നിന്നോട്ടെ, ഞാൻ എൻ്റെ ആശയത്തിൽ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ വ്യക്തിയെയും ആശയത്തിനെ നമുക്ക് തികച്ചും രണ്ടായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. അതിന് കുറച്ചും കൂടെ ഇതിനെയൊക്കെ വൈകാരികമായി കാണാത്ത ഒരു തലം വേണം. നമ്മൾ വിചാരം എന്ന് പറയുന്നതിനകത്ത് വിചാരം കയറി തന്നെ നിൽക്കണം. അല്ലാതെ ഈ വികാരങ്ങൾ കൊണ്ട് നമ്മൾ തീരുമാനം എടുക്കുന്നതുകൊണ്ടാണ് ചിലപ്പം കൊലപാതകങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം രാജീവ് ഗാന്ധി ശിവരശനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. വൈകാരികമായ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുകയാണ്. അപ്പം വിചാരം കയറി നിന്നാൽ നമുക്ക് വിചാരമാണ് കൂടുതലെങ്കിൽ വ്യക്തിയും ആശയവും നമുക്ക് രണ്ടായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ആശയാവിഷ്കാരങ്ങളിൽ സാധിക്കുന്നതിനകത്ത് ഇതിന് നേരത്തെ ഈ കുട്ടി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞല്ലോ. കുറെ കാര്യങ്ങളൊക്കെ ഒരു മാനദണ്ഡങ്ങളുണ്ട്. ബോഡി ഷെയിം ചെയ്യുന്നതിന് കാര്യങ്ങളൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഇത് എങ്ങനെയാണ് ഷെയിം ചെയ്യുകയാണോ നമ്മൾ ചെയ്തത്, അഡ്രസ്സ് ചെയ്യുകയാണോ ചെയ്തത് എന്നത് ചിലപ്പോൾ അറിയില്ല. ഒരു അജ്ഞാത ശരീരം ഒരു ഇടത്തുനിന്ന് കിട്ടി, ഇയാളുടെ അടയാളം പണ്ട് പറയുകയാണെങ്കിൽ ഇയാളുടെ തൊലിയുടെ നിറം പറയണം, ഇയാളുടെ വണ്ണത്തെക്കുറിച്ച് പറയണം, ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പറയണം. അപ്പൊ അത് പറയുന്നത് ബോഡി ഷെയ്മിങ് അല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിലും ചിലർ അതും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതിപ്പോ ബോഡി ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളെ അഡ്രസ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഒരാളെ കാണാതെ പോയാൽ, ക്രോസ് ചെയ്ത് പോയാൽ പറയേണ്ടി വന്നാൽ പോലും ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ സാമൂഹികമായി ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളെ നേരത്തെ പറഞ്ഞാൽ അങ്ങോട്ട് സമൂഹവും ഞാനുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങുകളിൽ നിന്നുള്ള തിരിച്ചറിവിൽ ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല. നമ്മളത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ റേസിസം എന്ന് നമ്മൾ പറയുന്നുണ്ട്. റേസിസം ലോകം മുഴുവൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നോക്കൂ, എന്താണ് നമ്മൾ കറുത്ത നിറത്തെ നമ്മൾ കളിയാക്കരുതെന്ന് പറഞ്ഞാലും എന്തുകൊണ്ടാണ് ഒരു നേതാവുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് കരിയോയിൽ നമ്മൾ ഒഴിക്കുന്നത്? എന്തുകൊണ്ടാണ് കള്ളപ്പണത്തിന് ബ്ലാക്ക് മണി എന്നും ബ്ലാക്ക് ടിക്കറ്റ് എന്നും പറയുന്നത്? അപ്പൊ ഇത് ഏതോ കാലത്ത് അങ്ങനെ ഇതിന് ആരോപിച്ച് കിട്ടിയ കുറെ പ്രശ്നങ്ങളുണ്ട്. എല്ലാ നിറങ്ങൾക്കും ഇതുപോലെ സാഫ്രണൈസേഷൻ എന്ന് പറയുന്നു. കവി പണ്ടേ ഉള്ള കളറല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെയുള്ള കളറുകൾക്കൊക്കെ ആരോപിത മൂല്യങ്ങൾ വരികയാണ്. ആരോപിത മൂല്യം എന്ന് പറഞ്ഞാൽ 100 നോട്ടിന് 100 രൂപയുടെ മൂല്യമുണ്ടെന്നുള്ളത് നമ്മൾ ആരോപിച്ചേക്കുന്നത്. ഒരു കുരങ്ങന്റെ മുന്നിൽ ഒരു പഴവും ഒരു 100 രൂപയും വെച്ചാൽ കുരങ്ങൻ പഴം എടുക്കും. കാരണം പഴത്തിന്റെ മൂല്യമുണ്ട്. 100 രൂപയുടെ മൂല്യം നമുക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ കൊടി ഞാൻ വലിച്ചു കയറി എന്നെ എല്ലാവരും കൂടി ഇടിക്കും. അതൊരു തുണിയാണ് എന്നല്ല, അത് ആ സമയത്ത് ഒരു തുണിയല്ല, അതിനൊരു ആരോപിത
മൂല്യം വരുന്നുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇത് ഏതാണ് ഇതിന്റെ അളവുകോലെന്ന് കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ നർമ്മം പറഞ്ഞാൽ കൃത്യമായി ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി മറ്റൊരാളെ വേദനിപ്പിക്കാതെ തമാശ പറയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. കൃഷ്ണമാരാർ പണ്ട് കലജീവിതം തന്നെ പുസ്തകത്തിലെ ഹാസ്യ ശുചീകരണം എന്നൊരു അധ്യായമുണ്ട്. അതിൻ്റെ അകത്ത് പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരാളോട് നിങ്ങൾ ഈ തമാശ പറഞ്ഞാൽ അത് അവരെ ഹേർട്ട് ചെയ്യില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ തമാശ നിങ്ങൾ പബ്ലിക്കായിട്ട് വേറെ ആളോട് പറയാൻ പാടുള്ളൂ. അതെ, പുള്ളി പണ്ട് മുതലേ എഴുതി വെച്ചിട്ടുള്ള സാധനം വലിയ പാടാണ് അത്തരം കാര്യങ്ങളൊക്കെ. നമുക്ക് നമ്മുടെ സമയം ഏതാണ്ട്